ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കാരമലൈസ്ഡ് പോപ്കോണിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. മുതിർന്നവരും കുട്ടികളും ഒരേപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഈ പോപ്കോൺ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ പാക്കറ്റിനുള്ളിലെ പോപ്കോൺ ഇത് മൈക്രോവേവ് ചെയ്തെടുക്കുന്ന ടൈപ്പിലുള്ളതാണ്. എന്നാലും അത് എങ്ങനെ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് കടായിലിട്ട് ഉണ്ടാക്കുന്നത് കാണിക്കാനും കൂടിയാണ്. അതുകൊണ്ടാണ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതുണ്ടാക്കാൻ ചൂടുകട്ടിയുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ 2 പാക്കറ്റ് നമുക്ക് പൊട്ടിച്ച് അതിലേക്ക് ഇടാം, എന്നാലേ അത് 1/2 കപ്പ് ഉണ്ടാവുകയുള്ളൂ. ഇത് ഓൾറെഡി ബട്ടറും സോൾട്ടും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തതാണ്. അതുകൊണ്ട് പിന്നെ നമുക്കതിലൊന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണം, എന്നാലേ ഇതുപോലെ പൊട്ടി വരികയുള്ളൂ. ഇതൊരു 2-3 മിനിറ്റ് സമയമേ എടുക്കുകയുള്ളൂ. ഇതിനു മുന്നേ ഇതേ പോപ്കോൺ വെച്ചിട്ട് ഓവനിൽ വെച്ച് റെഡിയാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ഏകദേശം അതെല്ലാം ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. 2-3 മിനിറ്റ് സമയം കഴിഞ്ഞ് മൂടി തുറന്നാൽ മതിയാകും. ഇപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്, ബട്ടറിൻ്റെയൊക്കെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിന് വേണ്ട കാരമലൈസ് സിറപ്പ് റെഡിയാക്കാം. പാൻ വെച്ച് അത് നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഷുഗറാണ് ചേർക്കേണ്ടത്. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ആക്കണം. ഇതുപോലെ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. നമ്മൾ ഇതുണ്ടാക്കാൻ എപ്പോഴും വുഡൻ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതേപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അപ്പോൾ അത് പെട്ടെന്ന് മെൽറ്റാകും. എന്നിട്ട് നമുക്കതിങ്ങനെ ഇളക്കാതെ കുറച്ച് സമയം ഇങ്ങനെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് വരുന്നത് കാണാം. അത് 2-3 മിനിറ്റ് നല്ല ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അത് ലൈറ്റ് മഞ്ഞ നിറമാകുന്ന സമയത്ത് അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കേണ്ടത്, 1 ടേബിൾ സ്പൂൺ അളവിൽ. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. നല്ല എല്ലായിടത്തും ഇങ്ങനെ നല്ല മെൽറ്റായി വന്നതിന് ശേഷം ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ നിറമായാൽ മതിയാകും. കൂടുതൽ ഡാർക്ക് കളർ ആകേണ്ട ആവശ്യമില്ല, ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ എടുത്തു വെച്ച കോൺ അതിലേക്ക് ചേർക്കാം. കുറച്ച് ചേർത്തതുപോലെ മിക്സ് ആക്കുന്നതാണ് നല്ലത്. നമ്മൾ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും കോട്ടാവാൻ പ്രയാസമാണ്. ഇതാകുമ്പോൾ എളുപ്പത്തിൽ അത് മിക്സ് ചെയ്യാൻ പറ്റും. ഇതിന് മുന്നേ ഫ്രഷ് ആയിട്ടുള്ള ബട്ടേർഡ് കോൺ കുക്ക് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ഏകദേശം അതെല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം 1/4 ടീസ്പൂൺ സോൾട്ട് ഇങ്ങനെ ചെറുതായി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. നമ്മളിതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ഒരു യെല്ലോയിഷ് കളറിലാണ് ഇതിരിക്കേണ്ടത്. അപ്പോഴാണ് അത് കൂടുതൽ ഭംഗിയാവുന്നത്. ഈ സമയം നല്ല ചൂടായിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം, ഒരു 3-4 മിനിറ്റ്. ചെറിയ ചൂടൊന്ന് മാറണം. നമ്മൾ ഇതിൽ ചേർക്കുന്ന ഷുഗറൊക്കെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി കോൺ എടുക്കുന്നോ അതിനനുസരിച്ചാണ് ഷുഗർ ചേർക്കേണ്ടത്. ഇതേപോലെ ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം അതിലേക്ക് ഇടുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്കതൊന്ന് നല്ല നിരത്തി ഇടണം ഇതേപോലെ. ഇപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നല്ല മെൽറ്റായിട്ട് ഇരിക്കുകയാണ്. അതിൽ നിന്ന് ഇങ്ങനെ വേർപെട്ട് വരാനും കൂടിയാണ് ഇങ്ങനെ നിരത്തി ഇടുന്നത്. ഇങ്ങനെ ആകുമ്പോൾ അത് എളുപ്പത്തിൽ നമുക്കിങ്ങനെ വേർപെടുത്തി എടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. ഇതുവരെ 200 വീഡിയോ വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് വീഡിയോ കൂടാതെ ബ്യൂട്ടി വീഡിയോയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഫ്രണ്ട്സ്, എൻ്റെ ഓരോ വീഡിയോസിനും ഒന്ന് കമൻറ്റ് ചെയ്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 3-4 മിനിറ്റ് സമയമായി. ചെറുതായിട്ട് ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് വേർപെടുത്തി എടുക്കാം എല്ലാം. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ബട്ടറിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റുള്ള ഒരു പോപ്കോൺ ആണിത്. ഫ്രണ്ട്സ്, ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം. എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ നന്ദി.